സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറയാനും ജനങ്ങളുടെ പരാതികൾ നേരിട്ട് കേൾക്കാനും തുടങ്ങിയ നവകേരള സദസ്സ് പാതി പിന്നീട് മുൻപേ ട്രാക്ക് മാറി. പ്രതിഷേധിക്കാനെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഡിവൈഎഫ്ഐക്കാർ വഴിനീളെ തല്ലിച്ചതച്ചു. യാത്രയുടെ അവസാന ഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസുകാർ തിരിച്ചടി തുടങ്ങിയതോടെ കേരളം അക്ഷരാർത്ഥത്തിൽ തെരുവ് യുദ്ധത്തിന് സാക്ഷിയായി. കാസർഗോഡ് നിന്ന് ശാന്തമായി നീങ്ങിയ യാത്ര കണ്ണൂർ കല്യാശ്ശേരി മണ്ഡലത്തിലെത്തിയപ്പോൾ ആദ്യത്തെ അടി. പ്രതിഷേധിക്കാനെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ഡിവൈഎഫ്ഐയുടെ ചെടിച്ചട്ടി പ്രയോഗം. ഡിവൈഎഫ്ഐ നടത്തിയ അക്രമത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ വിചിത്ര വിശദീകരണം. ഈ ചാടി വരുന്നയാളെ ചില ചെറുപ്പക്കാർ കൂടി അങ്ങോട്ട് പിടിച്ചു മാറ്റുന്നുണ്ട്, അങ്ങോട്ട് തള്ളി മാറ്റുന്നുണ്ട്. അത് രക്ഷിക്കാനല്ലേ? ജീവൻ അപകടപ്പെടുത്താനുള്ള തരത്തിൽ ചാടി വരുമ്പോൾ അതിനെ നല്ല ബലം പ്രയോഗിച്ച് തന്നെ അങ്ങോട്ട് മാറ്റണമല്ലോ. ആ ജീവൻ രക്ഷാ രീതിയാണ് ഡിവൈഎഫ്ഐക്കാർ സ്വീകരിച്ചത്. അത് മാതൃകാപരമായിരുന്നു. ആ രീതികൾ തുറന്നു പോകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. തല തല്ലിപ്പൊട്ടിച്ചതിന് മുഖ്യമന്ത്രിയുടെ പ്രോത്സാഹനം ലഭിച്ചതോടെ ഡിവൈഎഫ്ഐ സഖാക്കൾ വഴിനീളെ പ്രതിഷേധക്കാരെ ആക്രമിച്ചു. കോഴിക്കോട് കുന്നമംഗലത്ത് കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസുകാരന് നേരെ ഹെൽമറ്റ് പ്രയോഗം. എറണാകുളം മറൈൻ ഡ്രൈവിൽ പ്രതിഷേധക്കാരനെന്ന് തെറ്റിദ്ധരിച്ച് ഡിവൈഎഫ്ഐ സഖാക്കൾ തല്ലിച്ചതച്ചത് CPM പാർട്ടി മെമ്പറെ. പെരുമ്പാവൂരിൽ ബസ്സിനു നേരെ യൂത്ത് കോൺഗ്രസ് ഷൂ എറിഞ്ഞു. കരിങ്കൊടി കാണിച്ചവരെ ഡിവൈഎഫ്ഐക്കാർ അടിച്ചൊതുക്കി. മർദ്ദനമേറ്റവരെ ആശുപത്രിയിലെത്തിച്ച എൽദോസ് കുന്നപ്പള്ളി MLAക്ക് നേരെയും കയ്യേറ്റമുണ്ടായി. ആലപ്പുഴയിൽ കരിങ്കൊടി കാണിച്ച പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥനും മുളവടി കൊണ്ട് തല്ലിച്ചതച്ചു. കായംകുളത്ത് പ്രതിഷേധിച്ച ഭിന്നശേഷിക്കാരനായ അജിമോനെ പോലീസ് പിടിച്ചുമാറ്റുന്നതിനിടെ ഡിവൈഎഫ്ഐ പ്രവർത്തകന്റെ ചവിട്ട്. വഴിനീളെ ഡിവൈഎഫ്ഐ അക്രമം അഴിച്ചുവിട്ടപ്പോൾ ഒരിക്കൽ പോലും ഇതിനെ തള്ളിപ്പറയാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല. അതോടെ തിരിച്ചടിക്കും എന്ന കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആഹ്വാനമെത്തി. കൊല്ലത്ത് തല്ലാനെത്തിയ ഡിവൈഎഫ്ഐക്കാരെ വടിയും കുരുമുളക് സ്പ്രേയും ഉപയോഗിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നേരിട്ടു. യാത്ര തിരുവനന്തപുരത്തേക്ക് കടന്നതോടെ അടിയും തിരിച്ചടിയും ശക്തമായി. മുന്നിൽ നിൽക്കാൻ KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഇറങ്ങിയതോടെ യൂത്ത് കോൺഗ്രസ് ശക്തമായി തിരിച്ചടിച്ചു. കാസർഗോഡ് നിന്ന് തുടങ്ങിയ നവകേരള സദസ്സ് തിരുവനന്തപുരത്ത് അവസാനിക്കുമ്പോൾ രാഷ്ട്രീയ കേരളം സാക്ഷിയായത് തെരുവ് യുദ്ധത്തിന്. റിപ്പോർട്ടർ അലി അക്ബർ ഷാ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.